ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കിടയിൽ തൊഴിലില്ലായ്മ രൂക്ഷം. നിരവധി കമ്പനികൾ പുതിയ നിയമനങ്ങൾ നിർത്തിവെച്ചതിനു പുറമെ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനും പദ്ധതിയിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് നിരവധി പേർ ഇതിനോടകം തന്നെ നാട്ടിലേക്കും മടങ്ങിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയെ എത്രത്തോളം ബാധിച്ചുവെന്ന് നാം കണ്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തെ യുദ്ധം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ ഇപ്പോൾ തൊഴിൽ പ്രതിസന്ധിയും അനിശ്ചിതത്വവുമാണ് നേരിടുന്നത്. UAE, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ഏകദേശം 91 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ വലിയൊരു ശതമാനവും മലയാളികളാണ്. മേഖലയിലെ അസ്ഥിരത കാരണം ടൂറിസം, വ്യോമയാനം, നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി കമ്പനികൾ പുതിയ നിയമനങ്ങൾ നിർത്തിവെച്ചതിനു പുറമെ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനും പദ്ധതിയിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പലർക്കും മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്നും ചിലർക്ക് പകുതി ശമ്പളം മാത്രമാണ് ലഭിക്കുന്നതെന്നും പരാതികളുണ്ട്. അതിനിടെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് നിരവധി പേർ ഇതിനോടകം തന്നെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പ്രവാസികളുടെ പണത്തെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നതിനാൽ തന്നെ ഈ പ്രതിസന്ധി നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും വലിയ തിരിച്ചടിയാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. കേരളത്തിലേക്കാണ് ഇന്ത്യയിലേക്ക് വരുന്ന ആകെ പ്രവാസി പണത്തിന്റെ 20% വരുന്നത്. പ്രതിസന്ധി രൂക്ഷമാവുകയോ കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ പ്രവാസി നിക്ഷേപത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് തന്നെയാണ് നിഗമനം. ശമ്പളം വെട്ടിക്കുറച്ചതും ജോലി നഷ്ടപ്പെട്ടതും കാരണം പലർക്കും കൃത്യമായി നാട്ടിലേക്ക് പണം അയക്കാൻ കഴിയാത്തത് കേരളത്തിലെ സാധാരണ കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതേസമയം യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ പ്രവാസികൾ തങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമാക്കാൻ കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കുന്ന പ്രവണതയുമുണ്ട്. മുൻകരുതൽ എന്ന നിലയിലുള്ള ഈ പണമൊഴുക്ക് താൽക്കാലികമായ സാമ്പത്തിക ഉണർവ് നൽകുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ആശാവഹമല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കോവിഡ് കാലത്തെ പോലെ ഇതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണെന്നും സംഘർഷങ്ങൾക്ക് അയവ് വന്നാൽ ബിസിനസ് മേഖല പഴയപടിയാകുമെന്നും പ്രതീക്ഷിക്കുന്നവരുണ്ട്. എങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എത്രനാൾ നീണ്ടു നിൽക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും പ്രവാസികളുടെയും കേരളത്തിന്റെയും യഥാർത്ഥ ഭാവി. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.